അവർ കിച്ചണിലെ പ്രോഗ്രാം കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്നൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂടുകാലത്ത് വളരെ നല്ലതായിട്ടുള്ളൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അത് മിൻറ്റ് ചേർത്തിട്ടുള്ളൊരു ജ്യൂസാണ്. മിൻറ്റ് ലൈം ജ്യൂസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒരു മിക്സിയിൽ നമുക്ക് ആദ്യം കുറച്ച് മിൻറ്റ് ആയതുകൊണ്ട് കുറച്ച് പുതിനയില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് ജ്യൂസാണ് ഞാൻ കാണിക്കുന്നത്. അതിലേക്ക് ഒരു ഏലക്കായയും കൂടി ഇട്ടു. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര. പിന്നെ പഞ്ചസാരയുടെ അളവ് പിന്നെ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂട്ടാം, കുറയ്ക്കേണ്ടവർക്ക് കുറയ്ക്കാം ഒക്കെ ചെയ്യാം. 3-4 ടേബിൾ സ്പൂണോളം പഞ്ചസാര നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ജ്യൂസിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മളിതിൽ വെറും പഞ്ചസാര മാത്രമല്ല കുരുമുളകും കൂടെ ചേർക്കുന്നത്. പക്ഷേ കുരുമുളകിൻ്റെ എരിവൊന്നും ഉണ്ടാവില്ല. ആ കുരുമുളകിൻ്റെ ഒരു സ്വാദിന് വേണ്ടിയിട്ടാണ്. ഒരു 3-4 മണി കുരുമുളക് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിൽ പിഴിഞ്ഞു കൊടുക്കാം. ഒരു നാരങ്ങയുടെ പകുതി ഞാനിതിൽ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു 3-4 ഐസ് ക്യൂബ്സ് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അടിക്കാം. അതിന് ശേഷം നമുക്കതിൽ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും അടിക്കാം. ആ ഐസും പഞ്ചസാരയൊക്കെ നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഇതൊന്ന് അരിച്ചിട്ട് ഒഴിക്കാം. അങ്ങനെ ഞാൻ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മൾ അരിച്ചൊഴിച്ചാൽ പോലും ആ മിൻറ്റിൻ്റെ ചെറിയ പൊടികൾ ഇങ്ങനെ കാണാം. നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ മിൻറ്റ് ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഈ ചൂടത്ത് ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഡെയിലി ഇത് ഉണ്ടാക്കി കുടിക്കും. ഇത് വളരെ ഹെൽത്തിയും കൂടിയാണ്.